അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മോര് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു കുറച്ച് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ഇതിലോട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു മൺചട്ടിയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നന്നായിട്ട് പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 കഷ്ണം ചെറുള്ളി എടുത്ത് ജാറിലോട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. കൂടുതലിട്ട് ജീരകത്തിൻ്റെ ചെവ എടുക്കും. ഇപ്പോൾ ഒരു നുള്ളു ജീരകം മതി. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നല്ല മഷി പോലെ നന്നായിട്ടൊന്ന് അരയണം. അങ്ങനെ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് ഒരു 2 സെക്കൻഡ് അരച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരച്ചെടുത്ത നമ്മൾ ഇതിൻ്റെ അരപ്പൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി, ഇത് തിളയ്ക്കാൻ പാടില്ല, തിളച്ചാൽ പിരിഞ്ഞു പോകും. നല്ല രീതിയിലൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് ചൂടായ ശേഷം ഇന്നൊന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച ശേഷം ഇതിലേക്ക് താളിക്കാനായിട്ട് ഞാൻ അവിടെ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടും പൊട്ടിയ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് എടുത്തൊന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മോര് കറിയിലോട്ടൊന്ന് താളിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.